പെരുമ്പാവൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡാണ് നമ്മൾ കാണുന്നത്. ഒരു ദിവസം ഏതാണ്ട് 100 കണക്കിന് വാഹനങ്ങൾ പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ഒരാൾക്കും പ്രതിഷേധമില്ല. യൂത്ത് കോൺഗ്രസിനോ DYFIക്കോ അതല്ലെങ്കിൽ CPMനോ. പ്രതിപക്ഷമാണല്ലോ CPM. അപ്പോൾ ഭരണപക്ഷത്തിൻ്റെ പോട്ടെ. നമ്മുടെ നാട്ടിൽ ജനം സ്വൈര്യമായിട്ടൊന്ന് നടക്കാൻ നല്ല റോഡ്. നമ്മൾ എല്ലാ വണ്ടികളുടെയും ടാക്സ് കിട്ടുന്ന പൈസ വേണ്ട. നമ്മുടെ റോഡ് നല്ല രീതിയിൽ പരിപാലിച്ച് കൊണ്ടുവരാൻ നമ്മൾ കാണണം നമ്മുടെ നാടിൻ്റെ അവസ്ഥ. നമ്മളിത് ഓരോ കുഴിയിലും 1000 ലിറ്റർ വെള്ളം വരെ വച്ച് കൊള്ളും. ഇത് നമ്മുടെ കോൺഗ്രസിന് അധികാരം കിട്ടിയപ്പോൾ 3 പ്രാവശ്യമായിട്ട് വീതം വെച്ചാണല്ലോ ചെയർമാന്മാരായത്. അപ്പോൾ അതിൽ ആദ്യത്തെ ചെയർമാൻ നമ്മുടെ ബഹുമാനപ്പെട്ട TH മുസ്തഫയുടെ മകൻ സക്കീർ ഹുസൈൻ കൗൺസിലറായിട്ടിരിക്കുന്ന ഒരു വാർഡാണ്. അദ്ദേഹത്തെ കരിവാരി തേക്കാൻ ഇവിടുത്തെ മറ്റേ ഗ്രൂപ്പ് കോൺഗ്രസ്സുകാർ കാണിക്കുന്ന അനീതിയാണ് ഇത്. അദ്ദേഹം ഇവിടെ ചെയർമാനായിരുന്നപ്പോൾ ഈ മയക്കുമരുന്നിനെതിരെയും അതുപോലെ തന്നെ പെരുമ്പാവൂരിലെ അനധികൃത കച്ചവടക്കാർക്കെതിരെയൊക്കെ ശക്തമായി പ്രതികരിച്ച ആളാണ് സക്കീർ ഹുസൈൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാർഡിൽ വണ്ടിക്കാരൊക്കെ ഭയന്ന് പേടിച്ചാണ് യാത്ര ചെയ്യുന്നത്. കാരണം എപ്പോൾ വേണമെങ്കിലും അപകടം. വിളിപ്പാടകലെയാണ്. അങ്ങോട്ട് വെട്ടിച്ച് ഇങ്ങോട്ട് വെട്ടിച്ചൊക്കെയാണ് യാത്ര മനുഷ്യർ ചെയ്യുന്നത്. അപ്പോൾ എന്തിനും പ്രതിഷേധം നടത്തുന്ന DYFIക്കാരെ ഈ പെരുമ്പാവൂർ കാണാനില്ല. മയക്കുമരുന്നിനെതിരെയോ അതല്ലെങ്കിൽ വികസന മരവിപ്പിനെതിരെയോ വണ്ടിയൊക്കെ കണ്ട ആടി ഒലഞ്ഞ വണ്ടിയൊക്കെ പോകണം. ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സും ഇല്ല, മൂത്ത കോൺഗ്രസ്സും ഇല്ല. നമ്മുടെ നാടിനെ കൊള്ളയടിക്കാൻ വേണ്ടി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി വന്നേക്കാം. നിങ്ങൾ തീരുമാനിക്കുക. നമ്മുടെ വോട്ടാണ് അവരുടെ ആശയം, ആഗ്രഹവും.